പ്രിയങ്ക ഗാന്ധി എംപി ഇന്ന് വയനാട്ടിലെത്തും. മണ്ഡലത്തിലെ വിവിധ പരിപാടികൾ അവർ സംബന്ധിക്കും. കോൺഗ്രസിന്റെ ബൂത്ത് തല സംഗമങ്ങളിലും AICC ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. ഇപ്പോൾ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എപ്പോഴാണ് പ്രിയങ്ക ഗാന്ധി എംപി ഇന്ന് അവിടെ എത്തുക? മറ്റു പരിപാടികൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. പ്രിയങ്ക ഗാന്ധി MP വീണ്ടും വയനാട്ടിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. വയനാട് MP ആയ പ്രിയങ്ക ഗാന്ധി ഇത്തവണ വരുന്നത് 3 ദിവസത്തേക്കാണ്. ഇന്നു മുതൽ 10 വരെ അവർ മണ്ഡലത്തിലുണ്ടാകും. മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ അവർ സംബന്ധിക്കും. രാവിലെ 9:30 കണ്ണൂർ മട്ടന്നൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് പ്രിയങ്ക ഗാന്ധി ആദ്യം എത്തുക. അവിടെ നിന്നും നേരെ മാനന്തവാടിയിലേക്ക് എത്തും. ശനിയാഴ്ച രാവിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ നിയോജക മണ്ഡലങ്ങളിലെ UDFന്റെ ബൂത്തുതല നേതൃസംഗമങ്ങളിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. വൈകിട്ടോടുകൂടി കണിയാമ്പറ്റ പള്ളിക്കുന്ന് ലൂർദ് മാതാ പള്ളിയിൽ പ്രിയങ്ക ഗാന്ധി ദർശനം നടത്തും. അത് കഴിഞ്ഞ് ഞായറാഴ്ച, അതായത് നാളെ, ഏറനാട്, തിരുവമ്പാടി നിയോജക മണ്ഡലങ്ങളിലെ കോൺഗ്രസിന്റെ ബൂത്തുതല നേതൃസംഗമങ്ങളിലാണ് പ്രിയങ്ക ഗാന്ധി സംബന്ധിക്കുന്നത്. തിങ്കളാഴ്ച വണ്ടൂർ, നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിലെ ബൂത്തുതല സംഗമങ്ങളിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നൌഷാദ് അലിയുടെയും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുത്തേടം സ്വദേശിനി സരോജിനി, കരുളായിലെ മണി എന്നിവരുടെ ബന്ധുക്കളെയും പ്രിയങ്ക ഗാന്ധി കാണും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിലനിൽക്കുകയാണ്. അതിനിടെ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം എന്നുള്ളത് ഏറെ പ്രാധാന്യമാണ്. വയനാടിനായി കേന്ദ്ര സർക്കാർ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു കേന്ദ്ര ബജറ്റിൽ. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഇന്നലെ 750 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് സംബന്ധിച്ച പുനരധിവാസ പ്രക്രിയകൾ സംബന്ധിച്ച മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ കൂടിയാലോചനകൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, കേരളത്തിലെ എല്ലാ MP-മാരുടെയും നേതൃത്വത്തിലെല്ലാം തന്നെ നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായി പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള ഇടപെടലായിരിക്കും ഉണ്ടാവുക എന്നത് അറിയാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഈ തവണത്തെ സന്ദർശനം. റിയാസ്, അതേസമയം തന്നെ ഈ 3 ദിവസത്തെ പരിപാടി സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ എന്തെങ്കിലും ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും UDFന്റെ ബൂത്ത് തല സംഗമങ്ങളിൽ AICC ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധി നേരിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ഒരു പ്രധാന കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയെ തന്നെ നേരിട്ട് കളത്തിലിറക്കിക്കൊണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പരമാവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ UDFന് മേൽക്കൈ ഉണ്ടാക്കുക എന്നതാണ് മുന്നണി നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ബൂത്തുതല സംഗമങ്ങളിൽ പോലും, സാധാരണ ബൂത്തുതല സംഗമങ്ങളിൽ ദേശീയ നേതാക്കൾ അങ്ങനെ പങ്കെടുക്കാറില്ല. പരമാവധി പോയാൽ സംസ്ഥാനതല നേതാക്കളിൽ ചിലർ വന്നാൽ പങ്കെടുക്കുന്നു എന്നല്ലാതെ KPCC അധ്യക്ഷനോ പ്രതിപക്ഷ നേതാവോ പോലുള്ള ആളുകൾ വരുന്നു എന്നല്ലാതെ അതിനപ്പുറത്തുള്ള നേതാക്കൾ ബൂത്തുതല സംഗമങ്ങളിൽ പങ്കെടുക്കുന്നത് വളരെ അപൂർവമാണ്. എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ നേരിട്ട് ബൂത്തുതല സംഗമങ്ങളിൽ എത്തിച്ചുകൊണ്ട് ജനങ്ങളുമായി കൂടുതൽ നേരിട്ട് സംവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക, അതുവഴി ജനങ്ങളുടെ പ്രശ്നം, പ്രത്യേകിച്ച് മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന മേഖലയാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. അത് വയനാട് ജില്ലയാകട്ടെ, നിലമ്പൂരാകട്ടെ, മറ്റു മേഖലകളാകട്ടെ, ഇത്തരത്തിലുള്ളൊരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അവിടെ കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും കടുവയുടെയും ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലുള്ള നിലപാട്, ജനങ്ങളുടെ ആശങ്ക അവർ പ്രിയങ്ക ഗാന്ധി അറിയിക്കും. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച തന്റെ വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കാൻ കൂടിയായിരിക്കും പ്രിയങ്ക ഗാന്ധി ഈ ഒരു അവസരം വിനിയോഗിക്കുക. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച പ്രക്രിയകൾ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ഉള്ളത്. കേന്ദ്ര സർക്കാർ അതിനാവശ്യമായ ഒരു സഹായവും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന വസ്തുത കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ വയനാട് എത്തുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. കാരണം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വെച്ച് നടത്തുന്ന ഓരോ പ്രതികരണത്തിനും, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരായ ഓരോ പ്രതികരണത്തിലും അതിന് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റും എന്നുള്ളത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വയനാടിന്റെ ശബ്ദം കൃത്യമായി വയനാട്ടിൽ വെച്ച് എത്തിക്കാൻ പ്രിയങ്കയ്ക്ക് സാധിക്കുമോ എന്നുള്ളത് ഈ സന്ദർശനത്തിൽ കണ്ടറിയേണ്ട കാര്യമാണ്. പാർലമെന്റിൽ അവർ നിരന്തരം വയനാടിന് വേണ്ടി ശബ്ദിക്കുന്നുണ്ട്. മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി ഇവിടെ MP ആയിരുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഇത്തവണ അവർ MP തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ അവരെത്തി എന്നുള്ളതാണ്. അവർ നിരന്തരം വയനാട് മണ്ഡലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ അണികൾക്ക്, പ്രത്യേകിച്ച് ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനവും അതായിരുന്നു, തന്നെ ഒരിക്കലും
അപൂർവമായി മാത്രം കാണുന്ന MP ആയിരിക്കില്ല താൻ, ജനപ്രതിനിധി ആയിരിക്കില്ല താൻ എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ആ സമയത്തെ പ്രസംഗം. ആ വാക്ക് അവർ ഇപ്പോൾ പാലിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് നിരന്തരം അവർ വയനാട്ടിൽ വന്നു പോകുന്നതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണ മറ്റ് മണ്ഡലത്തിലെ MP മാരെക്കാൾ കൂടുതൽ പോലും അവരുടെ മണ്ഡലത്തിലേക്ക് ഇടയ്ക്കിടെയാണെങ്കിൽ കൂടിയും പാർലമെന്റ് സമ്മേളനത്തിന്റെ ഇടവേളകളിലാണെങ്കിൽ കൂടിയും അവരെത്തുന്നു എന്നുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അവരുടെ ഭാഗത്തുനിന്നും കൃത്യമായ രീതിയിൽ ഇനി വയനാടിന് വേണ്ടി ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും, സമരപ്രഖ്യാപനം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടറിയണം. കാരണം നേരത്തെ തന്നെ പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ വയനാടിന് വേണ്ടി ശബ്ദമുയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത MP മാരുടെ യോഗത്തിലടക്കം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ MP മാരും, ഇടത് വലത് MP മാർ, അതായത് കേരളത്തിൽ നിന്നുള്ള BJP MP ഒഴികെയുള്ള ആളുകളെല്ലാം തന്നെ വയനാടിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ കാഴ്ച ഇവിടെയും കാണാൻ കഴിയുമോ, പ്രിയങ്ക ഗാന്ധിയുടേതായ രീതിയിൽ എന്തെങ്കിലും സമരപ്രഖ്യാപനം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാത്തിരുന്ന് കാണണം. ശരി, പ്രിയങ്ക ഗാന്ധി MP ഇന്ന് വയനാട്ടിലെത്തുകയാണ്. മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ അവർ സംബന്ധിക്കും. വിശദാംശങ്ങളാണ് റിയാസ് കെ